നമസ്കാരം. ഇന്ത്യൻ താരമായ തിലക് വർമ്മയും തെന്നിന്ത്യൻ താരസുന്ദരിയായ ശ്രീലീലയും തമ്മിൽ ഡേറ്റിംഗ് ആണോ എന്നുള്ള ചോദ്യമാണ് നിലവിൽ നിൽക്കുന്നത്. ഇന്റർനെറ്റ് ഒട്ടാകെ തരംഗമാണ്. നിങ്ങൾ തിലക് വർമ്മ ശ്രീലീല എന്ന് ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആർട്ടിക്കിൾസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിലവിൽ കുറേ ആർട്ടിക്കിൾസ് കിട്ടും. ഈ ആർട്ടിക്കിൾസിൻ്റെ ഫാക്റ്റ് എന്താണ് എന്നതിനെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് ഈ റൂമർ ആദ്യം സ്പ്രെഡ് ചെയ്തത്? തിലക് വർമ്മയും ശ്രീലീലയും തമ്മിൽ ഒരു വർഷത്തോളമായി ഡേറ്റിംഗ് ആണ് എന്നത് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നൊരു പശ്ചാത്തലത്തിൽ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. ഒന്ന്, ഇത് റൂമർ സ്പ്രെഡ് ചെയ്യുന്നത് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് എന്ന മത്സരം ധരംശാലയിൽ നടക്കുകയാണ്. അവിടെ ശ്രീലീലയുടെ അമ്മയായ ഡോക്ടർ സ്വർണ്ണലത ഈ മത്സരം കാണാൻ വേണ്ടി എത്തി എന്നുള്ളതാണ്. ശ്രീലീലയുടെ അമ്മ സ്വർണ്ണലത മത്സരം കാണാൻ എത്തുന്നതിൽ റൂമേഴ്സ് എവിടെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീലീലയുടെ ടീമുണ്ട്. സാധാരണയായി ആക്ടേഴ്സിനൊക്കെ ഒരു ടീമുണ്ട്. ആ ആക്ടേഴ്സിൻ്റെ ടീം തിലക് വർമ്മയുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ടാണ് ഗ്രൗണ്ടിലെത്തിയത് എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഈ രണ്ടുപേരും ശ്രീലീലയും തിലക് വർമ്മയും ഇവരുടെ പോസ്റ്റുകൾ അവരുടേതായ രീതിയിൽ റിയാക്ട് ചെയ്തു. അതായത് ഈ രണ്ടുപേരുടെയും പോസ്റ്റുകൾ, തിലക് വർമ്മയുടെ പോസ്റ്റ് ശ്രീലീല റിയാക്ട് ചെയ്യുന്നു, ശ്രീലീലയുടെ പോസ്റ്റ് തിലക് വർമ്മയും റിയാക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വന്നു. പിന്നീട് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്തപ്പോഴേക്കും ഇരുവരും തമ്മിൽ അൺഫോളോ ചെയ്തു എന്നതും കൂടി വരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അൺഫോളോ ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ് ഈ ഫാൻസിൻ്റെ കാര്യത്തിലുള്ള ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ പോയിന്റ്, സൂര്യകുമാർ യാദവിന് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതിനകത്ത് തിലക് വർമ്മയെ ഇങ്ങനെ ഒരു കളിയാക്കിൽ കൂടി വന്നിട്ടുണ്ട്. തിലക് വർമ്മ ഈസ് ഇൻ ലവ് എന്നതും കൂടി സൂര്യകുമാർ യാദവ് പറഞ്ഞു. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചിട്ടാണ് ഇപ്പോൾ ശ്രീലീലയുമായി ബന്ധപ്പെട്ടുള്ള റൂമേഴ്സ് ഇങ്ങനെ കിടന്ന് പരക്കുന്നത്. അതായത് ജസ്പ്രീത് ബുംറയോടൊപ്പം സൂര്യകുമാർ യാദവ് ഇങ്ങനെ നടന്നു വരുന്നു, ഹാർദിക് പാണ്ഡ്യയും ഗൗതം ഗംഭീറും ഒക്കെ നടന്നു വരുന്ന പശ്ചാത്തലത്തിൽ ഫാൻസും മീഡിയ പ്രസ് പീപ്പിളൊക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ ചോദ്യം തിലക് വർമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ സൂര്യകുമാർ യാദവ് പറഞ്ഞു തിലക് വർമ്മ ഈസ് ഇൻ ലവ് എന്നതാണ് പറഞ്ഞത്. അവിടെ നിന്നുകൊണ്ട് ഇത് കൂടുതൽ സ്പ്രെഡ് ആവുകയും ചെയ്തു. പല ഫാക്ടേഴ്സും കൂടി വെച്ചിട്ടാണ്. ഒന്ന്, ശ്രീലീലയുടെ അമ്മ മത്സരം കാണാൻ വേണ്ടി പോയത്, ശ്രീലീലയുടെ ടീം തിലക് വർമ്മയുടെ ജേഴ്സി അണിഞ്ഞത്. 3, ശ്രീലീല തിലക് വർമ്മയുടെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുന്നു, തിലക് വർമ്മ ശ്രീലീലയുടെ പോസ്റ്റ് ലൈക്ക് ചെയ്യുന്നു, പിന്നെ പെട്ടെന്ന് ഇരുവരും തമ്മിൽ അൺഫോളോ ചെയ്യുന്നു. 4, സൂര്യകുമാർ യാദവിൻ്റെ ഈ വീഡിയോയും കൂടെ പശ്ചാത്തലത്തിൽ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചിട്ട് ഫാൻസും ആണ് പറയുന്നത് ശ്രീലീലയും തിലക് വർമ്മയും തമ്മിൽ ഡേറ്റിങ്ങിലാണ് എന്നുള്ളത്. പക്ഷേ ഇപ്പോഴിതാ ശ്രീലീലയുടെ മാതാവ് സ്വർണ്ണലത ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ബേസ്ലെസ് ആണ്, ഇതൊക്കെ അൺട്രൂ ആണ്, ഇതൊന്നും സത്യമല്ല എന്നുള്ളതാണ് ശ്രീലീലയുടെ അമ്മയുടെ വാക്കുകൾ. അങ്ങനൊരു സംഭവമേ നടക്കുന്നില്ല. നിലവിൽ നീറ്റ് PG പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രീലീല പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂണിലാണ് ആ പരീക്ഷ. അതിനെപ്പറ്റി മാത്രമാണ് ശ്രദ്ധ, അതിനെക്കുറിച്ച് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വേറെ പ്രണയമോ ഒന്നും ശ്രീലീലയെ നിലവിൽ ബാധിക്കുന്നില്ല എന്നാണ് ശ്രീലീല പറയുന്നത്. ശ്രീലീല ആലോചിച്ച് നോക്കുക, ഭഗവന്ത് കേസരി എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ശ്രീലീല ഒരു കമേഴ്ഷ്യൽ ഫിലിമിൻ്റെ ലോകത്തിലേക്ക് വരുന്നത്. അത് ഭയങ്കരമായി ഫേമസ് ആയി. പിന്നീട് ശ്രീലീലയ്ക്ക് ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തു. തെലുങ്കിലും തമിഴിൽ വെച്ച് ചെയ്തു. ഇപ്പോൾ തമിഴിൽ തന്നെ ഏറ്റവും കൂടുതൽ പരാശക്തി എന്ന സിനിമ ചെയ്യുന്നു. കയ്യിൽ തന്നെ ഒരു വലിയ ലൈനപ്പ് ശ്രീലീലയുടെ ഉണ്ട്. തെലുങ്കിൽ ബിസി ആക്ടറാണ് ശ്രീലീല. തിലക് വർമ്മ അവിടെ നമുക്കറിയാം, മുംബൈ ഇന്ത്യൻസ് 2022 വന്നതാണ്. അതിനുശേഷം ഇന്ത്യൻ ജേഴ്സിയിലേക്ക് വരുന്നു, മികച്ച ഇന്നിങ്സുകൾ കാഴ്ചവെക്കുന്നു. തിലക് വർമ്മ ഇപ്പോൾ തന്നെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടൊരു സെഞ്ചുറി അടിച്ചു. അവർക്ക് തിലക് വർമ്മയ്ക്കെതിരെ ഹർഷദീപ് സിംഗ് കർത്തവനെന്ന് വിളിക്കുന്ന രീതിയിലും ഒരു പരാമർശം ഉണ്ടായിരുന്നു. അതിനൊരു മറുപടി പഞ്ചാബ് കിങ്സിനെതിരെ സെഞ്ചുറി അടിച്ചാണ് തിലക് വർമ്മ മറുപടി എടുത്തത്. അതും ഉണ്ട് അതും നമുക്കറിയാം. അങ്ങനെ തിലക് വർമ്മയും ശ്രീലീലയും ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ കോൺട്രവേഴ്സീസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ടുപേരും ഒന്നും മിണ്ടിയിട്ടില്ല കേട്ടോ. തിലക് വർമ്മയും ഒന്നും മിണ്ടുന്നില്ല, ശ്രീലീലയും സംബന്ധിച്ച് ഒന്നും മിണ്ടാത്തൊരു പശ്ചാത്തലത്തിൽ നിൽക്കുകയാണ്. സോ ഇതിപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓൺലൈനിൽ ഇങ്ങനെ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ആർ തിലക് വർമ്മ ആൻഡ് ശ്രീലീല ഇൻ ലവ്? കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.